എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ നെല്ലിക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് തയ്യാറാക്കാൻ പോകുന്നത്, ആംല മുറബ്ബ. നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലിക്ക. രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ്. ഇതേ രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നെല്ലിക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എങ്കിലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നെല്ലിക്ക നല്ലതായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വേവിച്ചെടുക്കണം. ആവി കയറ്റിയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് ഒരു ഇഡ്ഡലിപ്പാത്രം വെച്ച് കൊടുത്തു. അതിലോട്ടൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് വെച്ച് കൊടുക്കാം. നെല്ലിക്ക ഇഡ്ഡലിപ്പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഇന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എന്താ നോക്കിയേ, നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നെല്ലിക്ക തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നെല്ലിക്കയുടെ അരിയൊക്കെ കളഞ്ഞ് ഇതേ വലിപ്പത്തിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്ഥലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ശർക്കര ഇട്ട് കൊടുക്കണം. 2 കപ്പ് ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 350 ഗ്രാമോളം ശർക്കര വരും. ഇനി ഇതിലോട്ടൊരു 4 ഗ്രാമ്പൂവും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് നിരത്തി വെച്ച് കൊടുക്കണം. നെല്ലിക്ക ഇതേ രീതിയിൽ ശർക്കരയുടെ മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കണം കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ആക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ആദ്യം ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോഴൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ശർക്കര ചെറുതായിട്ടൊന്ന് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണേ. ഈ ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് ഉരുകുന്നവരെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ശർക്കര കുറച്ചുകൂടി ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ടൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അതാ നോക്കി, ഇപ്പോൾ ആ ശർക്കരയെല്ലാം നല്ലതായിട്ട് ഉരുകി ആ നെല്ലിക്കയിലെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ശർക്കരയെല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കണ്ട കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഒന്ന് തിക്കായി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഈ ശർക്കരപ്പാനി കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1/2 ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ടും, ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർക്കാം. ബ്ലാക്ക് സോൾട്ട് ഇല്ലെങ്കിൽ സാധാരണ ഉപ്പുപൊടി ചേർത്താലും മതി കേട്ടോ. ഈ ബ്ലാക്ക് സോൾട്ട് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടും. അത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണേ. ഇനി ഇതൊരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കാം. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി തിക്കാകും. ഒറ്റനൂൽ പരുവാണ് ഈ ശർക്കരപ്പാനി ഉണ്ടല്ലോ, ഒറ്റനൂൽ പരുവാണ്. അതുവരെ ഒന്ന് ഇളക്കി എടുക്കണം. ഇത് പാകമായൊന്ന് നോക്കാം. ഇതുപോലൊന്ന് എടുത്തു നോക്കണേ. നോക്കിക്കേ, ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതുപോലെ ഒറ്റനൂൽ പരുവം ആവണം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കൂടുതൽ സമയത്ത് ഇളക്കുകയാണെങ്കിൽ ഇതങ്ങ് കട്ടിയാകും. അപ്പം നമ്മുടെ ആംല മുറബ്ബ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ തന്നെ വായി വെള്ളം ഊറും. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കഴിച്ചോളും. ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ദിവസവും ഓരോ സ്പൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.